ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ഇന്നിപ്പം നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഓപ്പറേറ്റേഴ്സ് മീൻസ് സിമ്പിൾസിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ ഫങ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് ആ ഓപ്പറേഷനെ ആണ് നമ്മൾ ആ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഇല്ലയോ ആ സിമ്പിൾസിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു. അപ്പം എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അഡീഷൻ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. നമ്മൾ ഈ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത സിമ്പിൾ എന്ന് പറയുന്നത് പ്ലസ് സിമ്പിളാണ്. ഈ പ്ലസ് സിമ്പിളിനെയാണ് നമ്മളിവിടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ദെൻ എയും ബിയും നമുക്ക് ഓപ്പറാൻഡ്സ് എന്നും പറയാം. അപ്പം എന്ത് ഓപ്പറേഷൻ നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഫംഗ്ഷനെ തന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് ആ പെർഫോം ചെയ്യാൻ പോകുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ ആ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സി സപ്പോർട്ട്സ് എ ലാർജ് നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ്. സിയിൽ ഒത്തിരി ഓപ്പറേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, റിലേഷൻ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇതൊക്കെ സിയിൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് കേട്ടോ. ദെൻ ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്ററാണ്. യൂഷ്വലി സിയിൽ യൂസ് ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതെന്ന് വെച്ചാൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ഡിവിഷൻ, ഡിക്രിമെൻറ്റ് ആൻഡ് ഇൻക്രിമെൻറ്റ്. ഇതൊക്കെയാണ് യൂഷ്വലി സിയിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് നോ എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഇൻ സി. സിയിൽ എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഓരോന്നും എവിടേക്ക് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അഡിഷനും സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ യൂഷ്വലി പെർഫോം ചെയ്യുന്നത് ന്യൂമറിക് ആയിട്ടുള്ള ഓപ്പറാൻഡ്സിന്, അതായത് ന്യൂമറിക് വാല്യൂസിലാണ് നമ്മൾ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പെർഫോം ചെയ്യുന്നത്. ദെൻ ഡിവിഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇൻറ്റീജർ ഡിവിഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് കോഷ്യൻ പാർട്ടായിരിക്കും. ഇൻറ്റീജർ ഡിവിഷൻ മീൻസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ വാല്യൂം ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. നമുക്ക് കോഷ്യൻ വാല്യൂ മാത്രമേ ഇൻറ്റീജർ ഡിവിഷനിൽ റിസൾട്ടൻ്റായിട്ട് കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്ക്, 10/3 = 3 എന്നാണ് തന്നിരിക്കുന്നത്. യൂഷ്വലി നമുക്ക് 10/3 ചെയ്യുമ്പോൾ കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ, ലൈക്ക് 3.333 എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ കിട്ടേണ്ടത്. ബട്ട് സി ലാംഗ്വേജിൽ നമ്മൾ ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഈ 3 എന്ന് പറയുന്നത് കോഷ്യൻ പാർട്ടാട്ടോ. നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 10/3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യൻ പാർട്ടാണ് നമുക്ക് സിയിൽ റിസൾട്ടൻ്റായിട്ട് കിട്ടണത്. ഇനി നമുക്ക് റിമൈൻഡർ പാർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മോഡുലസ് ഓപ്പറേഷനാണ് കേട്ടോ. അതായത് ദ മോഡുലസ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ദ റിമൈൻഡർ ഓഫ് ദി ഇൻറ്റീജർ ഡിവിഷൻ. നമ്മളിപ്പോൾ ഇൻറ്റീജർ ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് റിമൈൻഡറാണ് റിസൾട്ടൻ്റായിട്ട് വേണ്ടതെങ്കിൽ നമ്മളവിടെ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. എക്സാമ്പിൾ 10 - 3 എന്ന് വെച്ചാൽ 10നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ പാർട്ട് ഇല്ലയോ, അതിനെയാണ് നമ്മൾ മോഡുലസ് ഓപ്പറേറ്ററിൽ റിട്ടേൺ ചെയ്തെടുക്കുന്നത്. അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോഡുലസ് കനോട്ട് ബി യൂസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഫ്ലോട്ട് ആൻഡ് ഡബിൾ. ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ പറയുന്ന ഡാറ്റ ടൈപ്സിൽ മോഡുലസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതെന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. വേരിയസ് ആയിട്ടുള്ള അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിളാണ് പറയണത് കേട്ടോ. ആദ്യം നമ്മൾ എ, ബി, എക്സ്, പി, വൈ വേരിയബിൾസിനെ ഇൻറ്റീജറായിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. അപ്പം എല്ലാം ഇൻറ്റീജർ വാല്യൂസാണ്, അതുകൊണ്ട് ഇൻറ്റു എടുത്തിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തത്. ദെൻ എയിൽ പെർഫോം ചെയ്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് എക്സ് ഡിവൈഡ് ബൈ വൈ ആണ്, ഡിവിഷൻ ഓപ്പറേഷനാണ്. അതായത് ഇൻറ്റീജർ ഡിവിഷൻ പെർഫോം ചെയ്തിട്ട് ആ ഇൻറ്റീജർ ഡിവിഷൻ്റെ കോഷ്യൻ വാല്യൂവിനെ എടുത്ത് എയിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. ദെൻ ബിയിൽ പെർഫോം ചെയ്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഡിവിഷനാണ്, അതായത് എക്സ് മോഡുലസ് വൈ. അപ്പം ബിയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ബി വിൽ ഹാവ് ദ റിമൈൻഡർ വാല്യൂ. ഇൻറ്റീജർ
ഡിവിഷൻ ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ വാല്യൂനെ ആയിരിക്കും ബിയിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇവിടെ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ വിൽ ഹാവ് ദ സം ഓഫ് എ ആൻഡ് ബി. ദെൻ വൈ ഈസ് ഈക്വൽ ടു ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ വൈ വിൽ ഹോൾഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എ. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു എ ഇൻറ്റു എക്സ്. അപ്പം പിക്കകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് എക്സ് ആയിരിക്കും. ഇതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിന് ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. എന്തൊക്കെ ഓപ്പറേഷൻസ് എന്തൊക്കെ വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സാണ്. സി ഹാസ് 2 യൂസ്ഫുൾ ഓപ്പറേറ്റേഴ്സ്. സിക്ക് 2 ഓപ്പറേറ്റേഴ്സാണുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്ലസ് പ്ലസ് സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. അത് ഈ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ആഡ്സ് 1 ടു ഇറ്റ്സ് ഓപ്പറാൻഡ്. അതായത് ഇപ്പോൾ നമുക്ക് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററിനെ നമുക്ക് എക്സ് പ്ലസ് പ്ലസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ എക്സ് പ്ലസ് പ്ലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നാണ്. അതായത് എക്സിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ആ എക്സിൻ്റെ വാല്യൂ എടുത്ത് എക്സിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് ഈ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സിമ്പിളി നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട, എക്സിനെ ഇവിടെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സ് വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് എക്സ് പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് റൈറ്റ് ചെയ്യാൻ പറ്റും. അതാ ഇവിടെ പറയുന്നത്. ഈ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഡ് 1 ടു ഇറ്റ്സ് ഓപ്പറാൻഡ്, ആഡ് 1 ടു ഇറ്റ്സ് ഓപ്പറാൻഡ്. അതിൻ്റെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് പ്ലസ് സിമ്പലും ആണ്. അപ്പം 1നെ അതിൻ്റെ ഓപ്പറാൻഡുമായിട്ട് ആഡ് ചെയ്യും. എക്സ് പ്ലസ് പ്ലസ് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഓപ്പറാൻഡുമായിട്ട് 1 ആഡ് ചെയ്യും. അതായത് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൈനസ് മൈനസ് സിമ്പൽ വെച്ചിട്ടാണ്. ഇവിടെയാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഒരു ഇപ്പോൾ എക്സിൽ എന്ത് വാല്യൂ ഉണ്ട് അതിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. സബ്ട്രാക്ട്സ് 1 ഫ്രം ഇറ്റ്സ് ഓപ്പറാൻഡ്. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം ഇവിടെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് വൈ മൈനസ് മൈനസ് എന്നാണ്. വൈ മൈനസ് മൈനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വൈ ഈസ് ഈക്വൽ ടു വൈ മൈനസ് 1. അതിനെയാണ് നമ്മൾ വൈ മൈനസ് മൈനസ് എന്ന് എഴുതുന്നത്. ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് എക്സ് ഈസ് ഈക്വൽ ടു 10. അതായത് എക്സിനകത്ത് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ദെൻ എക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? എക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സിൻ്റെ ഇരിക്കുന്ന വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന എക്സ്പ്രഷനാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന്. അപ്പം ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ആണ്. ദെൻ ആഫ്റ്റർ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ എക്സിൻ്റെ വാല്യൂ എന്താവും? 11 ആവും. അതായത് എക്സിലിരിക്കുന്ന വാല്യൂവിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് എക്സിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്ന പോയിന്റ്, both these operators may either precede or succeed the operands. Precede or succeed the operands എന്ന് പറയുന്നത് നമ്മൾ പ്രിഫിക്സ് ആൻഡ് പോസ്റ്റ് ഫിക്സ് ഓപ്പറേഷൻസ് ഒക്കെ പറയില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1നെയാണ് നമ്മൾ എക്സ് പ്ലസ് പ്ലസ് എന്ന് സിമ്പിളായിട്ട് എഴുതുന്നത്. ഈ എക്സ് പ്ലസ് പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഓപ്പറാൻഡ് ആദ്യം വന്നു, ദെൻ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. അപ്പം ആദ്യം ഓപ്പറാൻഡ് ദെൻ ഓപ്പറേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്നും, ഫസ്റ്റ് ഓപ്പറേറ്റേഴ്സും ദെൻ ഓപ്പറാൻഡുമാണ് വരുന്നതെങ്കിൽ നമുക്കതിനെ പ്രിഫിക്സ് എക്സ്പ്രഷൻ എന്നും പറയാം. ഇനി നമുക്ക് എന്താണ് പ്രിഫിക്സ് ഓപ്പറേഷൻ്റെ കേസ് എന്ന് നോക്കാം. ഇൻ ദ കേസ് ഓഫ് പ്രിഫിക്സ് ഓപ്പറേഷൻ ദ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ബിഫോർ യൂസിങ് ദ ഓപ്പറാൻഡ്സ് വാല്യൂ ഇൻ ദി എക്സ്പ്രഷൻ. അതായത് ഇപ്പം പ്രിഫിക്സ് ഓപ്പറേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പറാൻഡ് വാല്യൂ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഇൻക്രിമെൻറ്റ്
അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യുമ്പം ഏതോ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അതായത് പ്ലസ് പ്ലസ് എക്സ് ഓപ്പറേഷനാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒന്ന് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടായിരിക്കും ദെൻ നമ്മൾ ഓപ്പറാൻഡ് വാല്യൂവിനെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, ദെൻ ഓപ്പറാൻഡിൽ ഇരിക്കുന്ന വാല്യൂവിനെ നമ്മൾ യൂസ് ചെയ്യും. അതായത് 1+x എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ആദ്യം ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, എന്നിട്ടായിരിക്കും നമ്മൾ ഓപ്പറാൻഡ് വാല്യൂ ഇരിക്കുന്ന വാല്യൂ അതിനെ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്ക്. x = 10 എന്ന് പറയുന്നത്, അതായത് ഇപ്പം 10ൽ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. എക്സിൽ ഇപ്പോൾ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. നമ്മളിവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് ആണ്. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും ആദ്യം വരുന്നത്. y = ++x എന്ന് പറഞ്ഞു. അപ്പം ഈ y ++x എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ y = 1+x എന്നാണ്. അതായത് നമ്മൾ എക്സിനകത്തിരിക്കുന്ന വാല്യൂവിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് പിന്നെ എക്സിൻ്റെ വാല്യൂ യൂസ് ചെയ്യുക. ആദ്യം ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, ദെൻ ആ ഓപ്പറാൻഡ് വാല്യൂവിനെ യൂസ് ചെയ്യണം. അപ്പം നമ്മുടെ വൈയുടെ വാല്യൂ എന്താവും? 11 ആവും. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റ്ഫിക്സ് ഓപ്പറേഷൻ്റെ കേസാണ്. ഇൻ പോസ്റ്റ്ഫിക്സ് ഓപ്പറേഷൻ ദ വാല്യൂ ഓഫ് ഓപ്പറാൻഡ് വിൽ ബി യൂസ്ഡ് ബിഫോർ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഇറ്റ്. നമ്മൾ പോസ്റ്റ്ഫിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഓപ്പറാൻഡ്സിൻ്റെ വാല്യൂ ആയിരിക്കും ആദ്യം യൂസ് ചെയ്യുന്നത്. വാല്യൂ യൂസ് ചെയ്തിട്ടായിരിക്കും പിന്നെ അത് ഇൻക്രിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 എന്ന് തന്നിട്ടുണ്ട്. ദെൻ y = x++. ഇവിടെ ഓപ്പറാൻഡ് ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പെർഫോം ചെയ്യേണ്ട ഓപ്പറേറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആണെന്ന് പറയാം. പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ്റെ കേസിലാണെങ്കിൽ ആദ്യം ഓപ്പറാൻഡ് വാല്യൂ യൂസ് ചെയ്യും, ദെൻ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ഇപ്പോൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ y = x++ എന്നല്ല, എക്സിലിരിക്കുന്ന വാല്യൂ ആദ്യമേ എടുക്കും, 10 എടുക്കും, ദെൻ 10നെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, 11 ആക്കും. അങ്ങനെയാണ് പോസ്റ്റ്ഫിക്സ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. ഏകദേശം ക്ലിയറായി കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാട്ടോ, പറഞ്ഞു തരാം ഞാനൊന്നുകൂടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷണൽ എന്ന് പറയുന്നത്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ദേ ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഡാറ്റ ഐറ്റംസ്. അതായത് ഡാറ്റ ഐറ്റംസ് തമ്മിലുള്ള റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താണ് റെഫർ ചെയ്യുന്നത് വെച്ചാൽ ലോജിക്കൽ റെഫേഴ്സ് ദ വേ ബൈ വിച്ച് ദീസ് റിലേഷൻഷിപ്പ് ക്യാൻ ബി കണക്റ്റഡ്. അതായത് റിലേഷൻഷിപ്സ് കണക്ട് ചെയ്യുന്ന വേയാണ് നമ്മൾ ലോജിക്കലി പറയുന്നത്. ദെൻ ദ എക്സ്പ്രഷൻസ് ദാറ്റ് യൂസസ് റിലേഷൻ ഓർ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഈൽഡ് എയ്തർ ട്രൂ ഓർ ഫോൾസ് ഔട്ട്കം. നമ്മൾ റിലേഷൻ ലോജിക്കൽ എക്സ്പ്രഷൻസ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം. യൂഷ്വലി ട്രൂ വാല്യൂവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ടും ഫോൾസിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ടും ആയിരിക്കും. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന റിലേഷൻ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദെൻ നോട്ട് ഈക്വൽ ടു. ദീസ് ആർ ദ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ സി. ആൻഡ് കോമൺലി യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആൻഡ്, ഓർ, നോട്ട്. അതിൻ്റെ ഓപ്പറേറ്ററിൻ്റെ സിമ്പൽ കണ്ടോ, ആൻഡിൻ്റെയും ഓറിൻ്റെയും നോട്ടിൻ്റെയൊക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ട്രൂത്ത് ടേബിളാണ് തന്നിരിക്കുന്നത്. ഇവിടെ എയും ബിയും, ഈ എയും ബിയും എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്സ് ആണ്. ദെൻ എ ആൻഡ് ബി ഉണ്ട്, എ ഓർ ബി, നോട്ട് എ. നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ എയുടെ നോട്ട് വാല്യൂ ആണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് എ ആൻഡ് ബി നോക്കാം. എ ആൻഡ് ബിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ദ റിസൾട്ടൻ്റ് ഓഫ് എ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻസ് വിൽ ബി ട്രൂ ഓൺലി ഇഫ് ബോത്ത് ഓപ്പറാൻഡ്സ് ആർ ട്രൂ. അതായത് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ട്രൂ ആവുന്ന കേസ് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന 2 ഇൻപുട്ട് വാല്യൂസും ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ടൻറ്റും ട്രൂ ആവുള്ളൂ. ഇത് നോക്ക്, എയുടെ വാല്യൂയും ബീൻ്റെ വാല്യൂ നമ്മൾ കൊടുത്ത ഇൻപുട്ട് രണ്ടും ട്രൂ ആയതുകൊണ്ട് നമുക്ക് റിസൾട്ടൻറ്റും 1 കിട്ടി, അതും ട്രൂ ആയിട്ട് കിട്ടി. ബാക്കിയെല്ലാം ഫോൾസ് വാല്യൂസാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇവിടെ 2 ഇൻപുട്ട് കൊടുത്തത് ഫോൾസ് ആയിരുന്നു, ഇവിടെ
ഒരു ഫാൾസ് വാല്യൂ ഒരു ട്രൂ വാല്യൂവും കൊടുത്തു. ദെൻ ട്രൂ വാല്യൂ ഒരു ഫോൾസ് വാല്യൂവും കൊടുത്തു. നമുക്ക് റിസൾട്ടൻ്റ് ഒക്കെ ഫോൾസ് ആയിട്ടാണ് കിട്ടിയത്. ലോജിക്കൽ ആൻഡിൻ്റെ കേസിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന രണ്ട് വാല്യൂസും ട്രൂ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വാല്യൂ ട്രൂ ആയിരിക്കും കേട്ടോ. ഇനി ഓർ കേസ് പറയുകയാണെങ്കിൽ ദ റിസൾട്ടൻ്റ് ഓഫ് എ ലോജിക്കൽ ഓർ ഓപ്പറേഷൻ വിൽ ബി ഫോൾസ് ഓൺലി വെൻ ബോത്ത് ഓപ്പറാൻഡ്സ് ആർ ഫോൾസ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ കേസ് ഓർ ഓപ്പറേറ്റേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന രണ്ട് ഇൻപുട്ട്സും ഫോൾസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റും ഫോൾസ് ആയിരിക്കും. ദെൻ നോട്ട് എ എന്ന് പറയുമ്പം ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് എയുടെ വാല്യൂ 0 കൊടുത്തപ്പം നോട്ട് എ എന്ത് കിട്ടി 1 കിട്ടി. ദെൻ ഇപ്പോൾ എയുടെ വാല്യൂ 1 കൊടുക്കുകയാണെങ്കിൽ നോട്ട് എ എന്ത് കിട്ടും 0 കിട്ടും. അതായത് കോംപ്ലിമെൻ്റ് എടുക്കും. നോട്ട് വാല്യൂ പറയുമ്പോൾ ഇപ്പം 0 വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ നോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 1 വാല്യൂ കിട്ടും. ഇപ്പം 1 വാല്യൂ ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ നോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 0 വാല്യൂ റിട്ടേൺ ചെയ്യും. കോംപ്ലിമെൻ്റ് ആയിരിക്കും തരുന്നത്.